തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി ആചാരപരമായ ആഘോഷം മാത്രമായി നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. കുടകളുടെ എണ്ണം കുറയ്ക്കും. കുടമാറ്റം 15 മിനിറ്റാക്കും. ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഉണ്ടാകും. ഘടകപൂരങ്ങളുടെ വരവും പതിവ് പോലെ നടക്കും. മുഴുവൻ പറ്റില്ല. പക്ഷേ ഒരു കഥനോ ഒരു വില്ലോ മാത്രം. അത് ചമയപ്രദർശനം ഒരു ആർഭാടമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് ദേശക്കാരും ഡിവോട്ടീസും ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കുടകൾ മുഴുവൻ. അപ്പോൾ അവർക്ക് കാണാനും ദേശക്കാർക്ക് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. വളരെ കുറച്ച് സിംബോളിക് പ്രതീകാത്മകമായിട്ട് നടക്കും. എല്ലാം ഭംഗിയായിട്ട് ആചാരങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. ഇതിൽ സഹകരിക്കുക. എല്ലാവരും സഹകരിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, എന്തായാലും ആചാരങ്ങൾ അതുപോലെ തന്നെ നടത്താൻ തീരുമാനിക്കുന്നു, പക്ഷേ ആഘോഷങ്ങൾ കുറയ്ക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരം ഒരു ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ നമുക്കറിയാം സാമ്പത്തികമായും ഈ ദേവസ്വങ്ങൾക്കൊക്കെ വലിയ ഇടപാടുകൾ സാമ്പത്തികമായി പോലും നടക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് പൂരം അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഉന്നതതല യോഗത്തിൽ പൂരം ചടങ്ങ് മാത്രമാക്കി അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടത്തും, പക്ഷേ വലിയ ആഘോഷത്തിലേക്ക് പോകാതെ നടത്താൻ തീരുമാനിക്കുകയാണ്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം ചടങ്ങുകൾ മാത്രമായി ചുരുക്കാൻ വേണ്ടി മന്ത്രിമാരും അതേപോലെ തന്നെ ദേവസ്വം ഭാരവാഹികളും ചേർന്ന് നടന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. പ്രധാനമായും വെടിക്കെട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. കതിനകൾ മാത്രമാണ് ഈ പൂരത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായി മുഴങ്ങുക. കൂടാതെ തന്നെ 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ കുടമാറ്റം ഇത്തവണ 15 മിനിറ്റ് മാത്രമാണ് ഉണ്ടാവുക. അതിൽ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ദേവസ്വങ്ങളുടെ 15 വീതം ആനകൾ ഈ കുടമാറ്റത്തിൽ അണിനിരക്കുമെന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ 15 മിനിറ്റിനുള്ളിൽ, അതായത് 1 മണിക്കൂറിലധികമാണ് സാധാരണയായി കുടമാറ്റം ഉണ്ടാവാറുള്ളത്. അതിൽ 50 മുതൽ 60 വരെ വർണ്ണാഭമായ കുടകൾ, വ്യത്യസ്തമായ കുടകളൊക്കെ ഉയർത്താറുണ്ട്. ആ വർണ്ണാഭമായ കുടകളുടെ കുടമാറ്റം ലോകം കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് 15 മിനിറ്റിനുള്ളിൽ തീർക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ആനച്ചമയ പ്രദർശനം ഒരു ചടങ്ങ് മാത്രമായി നടത്തും. അതായത് ഈ ദേശക്കാർ, തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ദേശക്കാർ മാത്രമാണ് ഈ ആനച്ചമയ പ്രദർശനത്തിൽ പങ്കെടുക്കുക എന്ന കാര്യമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പൂരം ചടങ്ങുകൾ മാത്രമായി ചുരുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇന്ന് ചേർന്ന മന്ത്രിമാരും അതേപോലെ തന്നെ ദേവസ്വം ഭാരവാഹികളുമായുള്ള യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. കൂടാതെ തന്നെ ഇലഞ്ഞിത്തറ മേളം, മഠത്തിൽ വരവ് തുടങ്ങിയവയൊക്കെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് തന്നെ നടക്കുമെന്നും തീരുമാനത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒരു പൂരം, അതായത് പൂരം വർണ്ണാഭമായ കുടമാറ്റവും വെടിക്കെട്ടുകളും ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ചടങ്ങുകളെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് ദേവസ്വം യോഗത്തിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. കൂടാതെ അതായത് ഈ തൃശ്ശൂർ പൂരത്തിൽ 8 ഘടകക്ഷേത്രങ്ങളുടെ ചെറുപൂരങ്ങൾ വരാറുണ്ട്. അതൊക്കെ ചടങ്ങുകളുടെ ഭാഗമായി കൃത്യമായി നടക്കുമെന്നും അതൊക്കെ വർണ്ണാഭമായ രീതിയിൽ തന്നെ നടക്കുമെന്നുമാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മുണ്ടത്തിക്കോട് വെച്ച് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടാവുന്നത്. 14 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിൽ 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു സാഹചര്യം, ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് ഇത്തരത്തിലുള്ള ഒരു നിർണായക തീരുമാനത്തിലേക്ക് പൂരത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ അത് ചുരുക്കിക്കൊണ്ട് തന്നെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആഘോഷങ്ങൾ ചുരുക്കിക്കൊണ്ട് പക്ഷേ ചടങ്ങുകളൊക്കെ നടത്താനുള്ള തീരുമാനം എടുക്കുകയാണ്. എന്തായാലും 1 മണിക്കൂറിനധികം സമയത്തേക്ക് പോകുന്ന കുടമാറ്റം എന്തായാലും 15 മിനിറ്റേക്ക് ചുരുക്കിയിട്ടുണ്ട്. 15 ആനകൾ വീതം 2 ദേവസ്വങ്ങൾക്ക്, തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഉണ്ടാകും കുടമാറ്റത്തിന്റെ ഭാഗമായി. അതോടൊപ്പം ഘടകപൂരങ്ങൾ വലിയ മാറ്റങ്ങളില്ല. സാധാരണഗതിയിൽ നടക്കുന്ന പോലെ 8 ഘടകക്ഷേത്രങ്ങളിൽ നടക്കും. വെടിക്കെട്ട് പൂർണ്ണമായും തന്നെ ഒഴിവാക്കാൻ 3 വെടിക്കെട്ടും, അത് സാമ്പിളും അതോടൊപ്പം പ്രധാന വെടിക്കെട്ടും പിന്നീട് പകൽപൂരത്തിൽ നടക്കുന്ന വെടിക്കെട്ടുമായി എല്ലാ വെടിക്കെട്ടും പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു.